ബ്രിട്ടീഷ് രാജകുടുംബത്തിന് 400 വർഷത്തിലധികം പഴക്കമുണ്ട്. ഒരു കാലത്ത് ലോകത്തിൻ്റെ 24% കരയും 23% ജനസംഖ്യയും നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് രാജകുടുംബമാണ്. ആ രാജകുടുംബത്തിലെ ഏറ്റവും പ്രധാനികളിൽ ഒരാളാണ്. കിരീടാവകാശത്തിൻ്റെ കണക്കെടുത്താൽ 8ാമനാണ് ഇന്നലെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് 11 മണിക്കൂർ തടവിലിട്ട് കുറ്റം ചുമത്തി വിട്ടയച്ചു എന്നതിനർത്ഥം ആൻഡ്രൂ രാജകുമാരൻ കുറ്റവിമുക്തനായി എന്നല്ല. ബ്രിട്ടനിലെ നീതി സംവിധാനം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വിചാരണ തടവുകാരായി എല്ലാവരും ജയിലിൽ അടയ്ക്കാറില്ല. ഒരാളുടെ മേൽ ഒരു കുറ്റം ചുമത്തിയാൽ അയാളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ വിശദാംശങ്ങൾ എടുത്ത് വിട്ടയക്കും. പിന്നീട് കേസ് അന്വേഷണം പൂർത്തിയായി അയാൾ നിരപരാധിയാണെന്ന് കണ്ടാൽ അയാളെ വിചാരണയ്ക്ക് പോലും വിടാതെ അയാളുടെ മേൽ കേസ് ഒഴിവാക്കിയതെ അറിയിക്കും. ഇനി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ വിചാരണ നടത്തി ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് ജയിലിൽ പോവേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ്രൂ രാജകുമാരന് ഇനി ഉറക്കമില്ലാത്ത ദിനങ്ങളാണ്. ആൻഡ്രൂവിൻ്റെ മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് രാജ്യദ്രോഹമടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ്. പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ലഭിക്കും. നമ്മുടെ നാട്ടിലെ പോലെയല്ല ജീവപര്യന്തം എന്നാൽ ജീവിതകാലം മുഴുവൻ എന്നാണ് അർത്ഥം. ഈ ഒരു കേസിൽ മാത്രം അവസാനിക്കുമെന്ന് കരുതാനും വയ്യ. തൽക്കാലം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന കുറ്റകൃത്യമാണ് ചുമത്തിയതെങ്കിലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിച്ചതടക്കം ബക്കിംഗ്ഹാം പാലസിലേക്ക് പല സ്ത്രീകളെയും കടത്തിക്കൊണ്ടുപോയതടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹം പ്രതിയായേക്കാം. ആൻഡ്രൂ രാജകുമാരൻ്റെ മുൻ ഭാര്യ, എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന സാറയും ഈ കേസിൽ പ്രതിയായേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. നമ്മുടെ രാജാവിൻ്റെ ഏതെങ്കിലും പരിസര പ്രദേശത്തുള്ള ഒരാൾ എന്ത് കുറ്റകൃത്യം ചെയ്താലും അവരെ രക്ഷിക്കുന്ന കാലമാണെന്ന് ഓർക്കണം. അത്തരമൊരു കാലത്താണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ ആൻഡ്രൂ രാജകുമാരൻ, അതായത് എലിസബത്ത് രാജ്ഞിയുടെ ഏറ്റവും ഇളയ മകൻ. ബ്രിട്ടനിലെ കിരീടാവകാശം എന്ന് പറയുന്നത് ഏറ്റവും മൂത്തയാൾക്കാണ്. മൂത്ത മകനാണ് 1ാം കിരീടാവകാശി, മൂത്ത മകൻ്റെ മൂത്ത മകനാണ് 2ാം കിരീടാവകാശി. ഇത്തരത്തിലാണ് അവരുടെ കണക്ക് മുമ്പോട്ട് പോകുന്നത്. ആ കണക്കിൽ 8ാമനാണ് ഇപ്പോൾ ആൻഡ്രൂ രാജകുമാരൻ. ആ ആൻഡ്രൂ രാജകുമാരനാണ് 11 മണിക്കൂർ സാധാരണക്കാരെ പോലെ ഒരു സെല്ലിൽ കഴിഞ്ഞത്. ഒരു പ്രാധാന്യവും കൊടുത്തില്ല. നേരെ കൊണ്ടുപോയി നടപടിക്രമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് രാവിലെ 8 മണിക്ക് ഇദ്ദേഹം താമസിക്കുന്ന വലിയ എസ്റ്റേറ്റിലേക്ക് പോലീസ് എത്തുന്നു. പോലീസ് സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതേ സമയം തന്നെ ഇദ്ദേഹം മുമ്പ് താമസിച്ച കൊട്ടാരത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. അതിനുശേഷം 11 മണിക്കൂർ ഒരു സെല്ലിൽ അടയ്ക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു, ജാമ്യം കൊടുത്തയക്കുന്നു. ഇതാണ് ഇന്നലെ സംഭവിച്ചത്. ചാൾസ് രാജാവിൻ്റെ ഇളയ സഹോദരനാണെന്ന് ഓർക്കണം. ചാൾസ് രാജാവ് ഉച്ചയോടുകൂടി പത്രക്കുറിപ്പിറക്കി, നിയമത്തിൻ്റെ വഴിക്കാണ് പോവേണ്ടത്. എൻ്റെ സഹോദരൻ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതായാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ ഞാൻ ആനന്ദിക്കുന്നു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമ നടപടിക്ക് വിധേയമാവട്ടെ എന്ന് പറഞ്ഞ് അനിയനെ തള്ളിപ്പറഞ്ഞ് രാജാവ് പ്രസ്താവനയും ഇറക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ചുരുക്ക കഥ കൂടി പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 400 വർഷം മുൻപാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം നിലവിൽ വരുന്നത്. എന്നാൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തെ കീഴടക്കുന്നത് 16-17 നൂറ്റാണ്ടുകളിലാണ്. അതിൻ്റെ പ്രചോദനം പോർച്ചുഗലും സ്പെയിനുമാണ്. പോർച്ചുഗലും സ്പെയിനും 15-16 നൂറ്റാണ്ടുകളിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ അധിനിവേശം നടത്തി, കച്ചവടം നടത്തി, ലാഭമുണ്ടാക്കി. അങ്ങനെ പോർച്ചുഗലും സ്പെയിനും അക്കാലത്ത് ശക്തി പ്രാപിച്ചപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫ്രാൻസും ബ്രിട്ടനും രംഗത്ത് വരുന്നത്. 16-17 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടൻ ലോകത്തെ കീഴടക്കി തുടങ്ങി. ലോക ജനസംഖ്യയിൽ 23% ബ്രിട്ടൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. 17-18 നൂറ്റാണ്ടുകളിൽ നെതർലൻഡ്സും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടന്നപ്പോഴാണ് ബ്രിട്ടൻ ശക്തിപ്പെടുന്നത്. 1757 പ്ലാഷി യുദ്ധത്തിലൂടെ ഇന്ത്യയിൽ അവർ കടന്നു കയറുന്നു. അത് കഴിഞ്ഞ് ഏറെ വൈകാതെ 1783 അമേരിക്കയുടെ മേലുള്ള അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. കാനഡയൊക്കെ തുടർന്നെങ്കിലും അമേരിക്കയുടെ നഷ്ടപ്പെടുന്നു. പിന്നീട് നമുക്കറിയാം, 2ാം ലോകമഹായുദ്ധത്തിൽ ക്ഷയിച്ചതിന് ശേഷമാണ് ബ്രിട്ടൻ്റെ അധികാരം ഇല്ലാതാകുന്നതും പതിയെ പതിയെ കോളനികൾ വിടുന്നതും. ഹോങ്കോങ് ആണ് ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ വിട്ടുകൊടുത്ത രാജ്യം. അത് 1997 ഓർക്കണം. ഇങ്ങനെയൊരു ശക്തമായ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികളാണ് ബ്രിട്ടീഷ് രാജകുടുംബം. ഇത്രയും ശക്തമായ ഒരു സാമ്രാജ്യം ലോകത്തുണ്ടായിരുന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ രാജകുടുംബം അധികാരം തുടരുകയാണ്. അന്നും ബ്രിട്ടന് ജനാധിപത്യമുണ്ട്, പാർലമെൻറ്റുണ്ട്. പക്ഷെ പ്രധാന അധികാരം രാജകുടുംബത്തിനാണ്. 1625 മുതൽ 1647 വരെ ബ്രിട്ടൻ ഭരിച്ചിരുന്നത് ഒരു ചാൾസ് 1ാമൻ രാജാവായിരുന്നു. ഈ രാജാവ് അതിമോഹിയായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിനെ അവഗണിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പല നിയമപരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ഇവിടെ വലിയ ആഭ്യന്തര ലഹളയ്ക്ക് കാരണമാകുന്നു. ഒടുവിൽ സ്കോട്ടിഷ് പട്ടാളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, പാർലമെൻറ്റിന് കൈമാറുന്നു. അദ്ദേഹത്തെ വിചാരണ നടത്തി തൂക്കിക്കൊല്ലുന്നു. ഏതാണ്ട് 11 വർഷക്കാലം
ബ്രിട്ടീഷ് രാജകുടുംബം തന്നെ ഇല്ലാതാക്കി. പിന്നീട് 60-ൽ ചാൾസ് ഒന്നാമൻ്റെ മകൻ ചാൾസ് രണ്ടാമൻ ചുമതലയേൽക്കുമ്പോഴാണ് ബ്രിട്ടീഷ് രാജകുടുംബം തിരിച്ചു വരുന്നത്. അതായിരുന്നു ഈ 400 വർഷം നീണ്ട ബ്രിട്ടീഷ് രാജകുടുംബ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനുശേഷമുള്ള രണ്ടാമത്തെ പ്രതിസന്ധിയായാണ് ആൻഡ്രൂ രാജകുമാരൻ്റെ അറസ്റ്റ് ചിത്രീകരിക്കപ്പെടുന്നത്. 400 വർഷത്തിനിടയിലെ ബ്രിട്ടീഷ് രാജകുടുംബം നേരിടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിസന്ധിയാണിത്. ആ പ്രതിസന്ധി ഇക്കാലത്തുണ്ടായി എന്നതാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തെ ആശങ്കയിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിത്തറ ജെഫ്രി എപ്സ്റ്റീൻ കേസാണ്. ജെഫ്രി എപ്സ്റ്റീൻ കേസ് നമുക്കറിയാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അമേരിക്കയിൽ ഒരു ഫിനാൻഷ്യർ ആയിരുന്നു, ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു ജെഫ്രീൻ എപ്സ്റ്റീൻ. ജെഫ്രീൻ എപ്സ്റ്റീൻ പക്ഷേ ലോകം ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ പിമ്പായിരുന്നു. പ്രായപൂർത്തിയാകാത്തവരും ആവുന്നവരുമായ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുകയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ്റെ പ്രധാനപ്പെട്ട പണി. ഫ്ലോറിഡയിൽ അദ്ദേഹത്തിന് കൊട്ടാരം പോലെയുള്ള വീടും ഒരു ദ്വീപ് തന്നെ ഉണ്ടായിരുന്നു ഈ കൂട്ടിക്കൊടുപ്പ് പരിപാടിക്ക്. അവിടേക്ക് ലോകത്തെ സമ്പന്നരായ മനുഷ്യർ മുഴുവൻ, ബിൽ ഗേറ്റ്സ് അടക്കം ട്രംപ് അടക്കമുള്ള സമ്പന്നരായ മനുഷ്യർ മുഴുവൻ എത്തി. ലോകരാഷ്ട്ര തലവന്മാരിൽ പലരും, ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കം, ആ പ്രധാനമന്ത്രിയുടെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ഒരു രേഖയിലും ആ പേരില്ലാത്തത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രധാനികൾ, പ്രമാണിമാർ അവിടെ എത്തി. അവർക്കൊക്കെ യുവതികളെ സപ്ലൈ ചെയ്തു. എന്നാൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഇടയ്ക്ക് എപ്സ്റ്റീൻ അറസ്റ്റിലാവുന്നു. വലിയ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെ എപ്സ്റ്റീനെ 1.5 വർഷം മാത്രമാണ് തടവ് കിട്ടുന്നത്. അതിനുശേഷം എപ്സ്റ്റീൻ തിരിച്ചു വരുന്ന 2009. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അയാളുടെ ഈ വേശ്യാലയത്തിലെ പ്രധാനപ്പെട്ട കസ്റ്റമറുമായിരുന്നു ആൻഡ്രൂ രാജകുമാരൻ. ഈ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ പ്രത്യേകത, ഇതിൽ ഈ വർക്കിംഗ് റോയൽസ് ഉണ്ട്. വലിയ കുടുംബമാണ്, നമുക്കറിയാം. ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ എസ്റ്റേറ്റുകളുണ്ട്. കാരണം ഈ 400 വർഷം കൊണ്ട് വലിയ വളർന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാം എസ്റ്റേറ്റുകളുണ്ട്, അവർക്കൊക്കെ പദവികളുണ്ട്. എന്നാൽ വർക്കിംഗ് റോയൽസ് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. ഇവർക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടൻ്റെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, അതായത് വ്യാപാര പ്രതിനിധിയായിരുന്നു ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന ഔദ്യോഗിക പദവിയിലിരുന്ന ആൻഡ്രൂ രാജകുമാരൻ. ഇതുകൊണ്ട് തന്നെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. ഔദ്യോഗികമായി വിമാനത്തിൽ പോകാമായിരുന്നു, സർക്കാരിന് ചെലവുണ്ടായിരുന്നു. ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ആൻഡ്രൂ രാജകുമാരൻ ലോകം മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. ഈ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്ത്രീയായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ എപ്സ്റ്റീനുമായി ബന്ധമുണ്ടാവുകയും എപ്സ്റ്റീൻ വലിയ സ്വാധീനമുള്ള ഒരു ലോബിയിസ്റ്റായി മാറുകയും ചെയ്തു. ആ ബന്ധത്തിൻ്റെ ഭാഗമായി ബ്രിട്ടൻ്റെ വ്യാപാര രഹസ്യങ്ങൾ, ട്രേഡ് സീക്രട്സ് അദ്ദേഹം ഈ എപ്സ്റ്റീന് കൈമാറുകയാണ്. എപ്സ്റ്റീൻ അതനുസരിച്ച് പല ഇടപാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ചൈനയുമായി ചില സാമ്പത്തിക ഇടപാടുകൾ സംഭവിക്കുന്നു. ഈ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നു. ആ വിശദാംശങ്ങളുടെ പുറത്താണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്തതും ജാമ്യത്തിൽ വിട്ടതും. എന്നാൽ എപ്സ്റ്റീൻ്റെ കുട്ടിപ്പീഡക സംഘത്തിലെ അംഗമെന്ന നിലയിൽ റേപ്പിനും കുട്ടിപ്പീഡനത്തിനുമൊക്കെ ഇനി കേസ് പിന്നാലെ വരാം. വിർജീനിയ ഗുഫ്രി എന്ന എപ്സ്റ്റീൻ്റെ ഒരു ഇര രംഗത്ത് വന്നതോടെയാണ് വിഷയം പിന്നീട് വഷളാവുന്നത്. വിർജീനിയ ഗുഫ്രി ഈ പ്രിൻസ് ആൻഡ്രൂവിൻ്റെ പേര് പറഞ്ഞതോടെ സംഗതി വഷളാകുമെന്ന് കരുതി 2011 തന്നെ ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന പദവിയിൽ നിന്നും എലിസബത്ത് രാജ്ഞി തൻ്റെ ഇളയ മകനെ മാറ്റിയിരുന്നു. 2015 ഈ വിർജീനിയ ഗുഫ്രി ഒരു കേസ് കൊടുക്കുന്നു, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ പ്രിൻസ് ആൻഡ്രൂ തന്നെ ഫ്ലോറിഡയിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആൻഡ്രൂ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ആ കേസ് ശതകോടികൾ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു. 2025, അതായത് കഴിഞ്ഞ വർഷം, ഈ ഗുഫ്രി ആത്മഹത്യ ചെയ്യുന്നു. മരണാനന്തരം ഗുഫ്രിയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നു. ആത്മകഥയിൽ വിശദമായി തന്നെ പ്രിൻസ് ആൻഡ്രൂവിൻ്റെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതോടുകൂടി രാജകൊട്ടാരത്തിൽ നിന്നും രാജാവ് ചാൾസ് പുറത്താക്കുകയാണ്. രാജകൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി ഒരു എസ്റ്റേറ്റിലേക്ക് താമസം മാറ്റി. ഈ നാളുകളിലാണ് അദ്ദേഹം പുറത്താക്കപ്പെടുന്നതും. എല്ലാ പദവികളും നഷ്ടപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനാവുന്നു. ഡിപ്ലോമാറ്റിക് പരിരക്ഷ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ബ്രിട്ടീഷ് രാജകുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് വ്യാഖ്യാനിക്കുമ്പോഴും രാജകുടുംബത്തിൽ ഏറ്റവും പ്രധാനിയായ ഒരാൾ പദവികൾ നഷ്ടപ്പെട്ട്, കൊട്ടാരം നഷ്ടപ്പെട്ട്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായി വിചാരണ ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യത്തിന് വിജയം തന്നെയാണ്. ഇത്രയും ഉയർന്ന രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടാവാൻ നമ്മൾ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരും?